സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് ചെയർമാൻ പി ജോസഫ്. പ്രധാന ആവശ്യമായ പൊതുശ്മശാനം ചുരുങ്ങിയ കാലയളവിൽ നിർമ്മിക്കും. മാലിന്യ സംസ്കരണം, ട്രാഫിക് പരിഷ്കരണം, ബൈപ്പാസുകളുടെ നിർമ്മാണം തുടങ്ങിയവ എത്രയും വേഗം നടപ്പാക്കും. തൊടുപുഴ നഗരസഭയ്ക്ക് പുതിയ ഓഫീസും മന്ദിരവും ലൈബ്രറിയും ഭരണലക്ഷ്യങ്ങളിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശക്തനായ ഒരു ചെയർമാൻ സ്ഥാനാർത്ഥി മുൻനിർത്തിയാണ് UDF തൊടുപുഴ നഗരസഭയിൽ മത്സരിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അദ്ദേഹം തന്നെ തൊടുപുഴ നഗരസഭയുടെ ചെയർമാനുമായി. നഗരസഭയെ സംബന്ധിച്ച് വ്യക്തമായ സ്വപ്നങ്ങൾ ഉള്ള ഒരാളാണ് തൊടുപുഴ നഗരസഭയുടെ ചെയർമാൻ. ഇന്നത്തെ നഗരവിചാരം പരിപാടിയിൽ അദ്ദേഹം തന്റെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ചെയ്യുന്നു. സ്വാഗതം ചെയർമാൻ. നഗരസഭ വളരെയധികം സ്വപ്നങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. തൊടുപുഴ നഗരസഭയുടെ വികസനം സംബന്ധിച്ച് എന്തൊക്കെ ആണ് അടുത്ത 5 വർഷത്തേക്ക് തൊടുപുഴ നഗരസഭയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ചെയർമാന്റെ സ്വപ്നം? തൊടുപുഴ നഗരസഭ ഒരു മാലിന്യ വിമുക്ത നഗരമാക്കി മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തിൽ. അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഈ ജനുവരി മാസം 15 മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. മാലിന്യങ്ങൾ ജൈവവളമാക്കി മാറ്റുന്നതിന് മുട്ടത്ത് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ വക കുറച്ച് സ്ഥലം വാടകയ്ക്കെടുത്തി അവിടെ ജൈവവളം ഉണ്ടാക്കാനുള്ള പണിയിൽ ആരംഭിച്ചു. ഈ മാലിന്യ പ്രശ്നം മാറ്റിവെച്ചാൽ എന്താണ് മറ്റു സ്വപ്നങ്ങൾ തൊടുപുഴ നഗരസഭയുടെ വികസനം സംബന്ധിച്ച്? നമുക്ക് പിന്നെ ഇവിടെ ഒരു പൊതുമശാനത്തിലാണ് കുറേ വർഷങ്ങളായി ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. പൊതുമശാനം ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ അത്യാവശ്യമാണ്. കാരണം ഇവിടെ ഏഴ് പ്രദേശമുണ്ട്, അത് കോളനി പ്രദേശങ്ങളൊക്കെ. അത് 2 സെൻറ്റും 2.5 സെൻറ്റും ഒക്കെ ഉള്ള ആളുകളുടെ താമസമാണ്. അവിടെ ഒരു മരണമുണ്ടായാൽ അടക്കാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ അവർ അടക്കുന്നതൊക്കെ ഈ മിച്ചം അല്ലെങ്കിൽ മിച്ചത്തോട് ചേർന്നുള്ള ഇളം തന്നെയൊക്കെ മാറ്റി അവിടെയാണ് അടക്കം ചെയ്യുന്നത്. അത് പല സംഭവങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തൊടുപുഴ നഗരസഭയുടെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയാണ് ഈ പൊതുശ്മശാന പ്രശ്നം. പൊതുശ്മശാനം ഒരു കീറാമുട്ടി എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ്. കുറേ വർഷങ്ങളായിട്ട് അധികാരത്തിൽ വരുന്ന കൗൺസിലെല്ലാം ഫലമെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. മശാനത്തിന് എവിടെ പോയി ഫലം നോക്കി കഴിയുമ്പോഴും അവിടെയെല്ലാം അവിടുത്തെ ആളുകൾ സമ്മതിച്ചിട്ടുണ്ട്. അവരെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാനം കലക്ടർ ബംഗളൂരു ഒരു സ്ഥലത്താണ് അവസാനം പോയി നോക്കി. കലക്ടർ ആ സ്ഥലം എടുക്കുന്നതിന് അനുമതി തരികയില്ല. അതിപ്പോൾ അവിടെ കേസുമായി കോടതി കിടക്കുക. ഇപ്പോൾ അത് കേസിൽ കിടക്കുകയാണ്. എന്നിരുന്നാൽ പോലും അവിടെ എവിടെയെങ്കിലും ഈ കൗൺസിലിൻ്റെ കാലത്ത് പൊതുമശാനം ഉണ്ടാക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധിയോടെയാണ് ഈ കൗൺസിൽ ഉണ്ടാവുമെന്നാണ് 100%. തൊടുപുഴ നഗരസഭയിൽ മറ്റൊരു പ്രധാന പ്രശ്നം ഇവിടുത്തെ ട്രാഫിക് സംബന്ധിച്ചാണ്. ട്രാഫിക് വലിയ പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ചാൽ വാഹനങ്ങൾ ഓരോ ദിവസവും വർദ്ധിക്കുന്നു. ഇവിടെ ഈ ടൗണിൽ തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയായിട്ട് ഏതാണ്ട് 1200 ഓട്ടോ, അതുപോലെ മറ്റ് വാഹനങ്ങളൊക്കെ ഓരോ ദിവസവും വാഹനങ്ങൾ വർദ്ധിച്ചു. അതനുസരിച്ച് റോഡിൻ്റെ വീതികൾ കൂടി. അങ്ങനെ വന്നു കഴിയുമ്പോൾ പ്രധാനപ്പെട്ട ജനത്തിലെല്ലാം ട്രാഫിക് തടസ്സമുണ്ടാകും. ഇത് 2-3 ബൈപ്പാസുകൾ പണി നടന്നുകൊണ്ടിരിക്കും. ആ ബൈപ്പാസിൻ്റെ പണി ചെയ്യുമ്പോൾ കുറേ വണ്ടികൾ തിരിച്ചു കാണും. നിലവിൽ 2 ബൈപ്പാസുണ്ട്. ഒരു കാഞ്ഞിരത്തം ബൈപ്പാസും അമ്പലം ബൈപ്പാസും. ഈ 2 ബൈപ്പാസുകൾ ബസ്സുകൾ തിരിച്ചു വിടുന്നുണ്ടെങ്കിൽ പോലും അത് വലിയ തോതിൽ തിരിച്ചു വിടുന്നില്ല. അപ്പോൾ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി കൂടുവാൻ വേണ്ടി DYSP ആണ് അതിൻ്റെ കണ്ണി പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായി വിളിച്ചുകൂട്ടാമെന്ന് DYSP പറഞ്ഞിരിക്കുകയാണ്. തൊടുപുഴ നഗരത്തിലേക്ക് ആളുകൾക്ക് എത്തിച്ചേരാനും ഇവിടെ നിന്ന് എളുപ്പത്തിലേക്ക് തിരികെ പോകാനുമുള്ള മാർഗങ്ങളായി ബൈപ്പാസുകൾ പുതിയത് പല നഗരസഭയുടെ പദ്ധതികളുണ്ട്. എന്തൊക്കെയാണ് ബൈപ്പാസുകളെ സംബന്ധിച്ച് പുതിയത് ഏതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ പണി പൂർത്തിയാവുന്നത്? അതൊക്കെയാണ്. ഒന്ന് ബംഗളൂരു കോലാനി ബൈപ്പാസ്, 2
കാഞ്ഞിരമറ്റം മാരിക്കലിൻ്റെ പാലം, മാരിക്കലിൽ നിന്ന് മുങ്കത്തിലേക്കുള്ളൊരു ബൈപ്പാസ്, മാരിക്കലിൽ നിന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കുള്ള കോതായിക്കൂന്ന് ബൈപ്പാസ്, അങ്ങനെ 2 ബൈപ്പാസിൻ്റെ പ്രപ്പോസലുണ്ട്. ബംഗളൂർ ബൈപ്പാസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് 2 പ്രപ്പോസലുണ്ട്. അത് താമസം ഉണ്ടാകുന്നില്ല. ഇനി പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷം ആരംഭിക്കും. അത്തരം നടപടികളായിരിക്കുന്നു. ഈ തൊടുപുഴ നഗരസഭയ്ക്കുള്ളിൽ അടുത്ത കാലത്തായിട്ട് കാണുന്ന ഒരു പ്രധാന പ്രശ്നം, നഗരത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന മാലിന്യങ്ങൾ നഗരത്തിലെ വഴികളും റോഡുവശത്തിലും ഒക്കെ കൊണ്ട് തള്ളുന്നു. ഇതിനെതിരെ ഒരു കർശനമായ നടപടി ഉണ്ടാകും. എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ മാലിന്യം കുറയ്ക്കുന്നതിന് വേണ്ടി കോടതി വിധി ഉള്ളതാണ്. അതായത് 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ കടകളിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് കടകളിൽ നിരോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിരോധിക്കാതെ ഏതെങ്കിലും കടകളുണ്ടെങ്കിൽ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് അവർക്ക് പിഴ അടച്ചിട്ടുണ്ട്. ഇതിന് ഒരു വ്യാപകമായ പ്രചരണത്തിന് വേണ്ടി നമ്മുടെ നഗരസഭയിലെ മുഴുവൻ വാർഡ് സഭകളിലും നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൗണിലെ ബിസിനസ്സുകാരായ മറ്റൊരു അസോസിയേഷൻ വിളിച്ച് അവർ സഹകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പച്ചക്കറി ബിസിനസ്സുകാരെ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പെട്ടിക്കടക്കാരെ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേറ്ററിംഗുകാരെ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യ വിൽക്കുന്ന ആളുകളെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ മാംസം വിൽക്കുന്ന ആളുകളെ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ സ്കൂളിലെ ഹെഡ്മാസ്റ്റർമാരെ വിളിച്ച് ആ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഈ ബോധവൽക്കരണം ഈ കാര്യത്തിൽ കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തന്നത്തെ സംഘടനകളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളെ വിളിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ ഒരു പ്രോജക്റ്റ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അത് 15-ാം തീയതിയോടുകൂടി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. തൊടുപുഴ നഗരത്തിൻ്റെ ഒരു പ്രധാന സൗന്ദര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ തൊടുപുഴ ആറാണ്. പക്ഷേ ഈ നമുക്കറിയാം മാർക്കറ്റിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ ഈ ആറിൻ്റെ വശത്തുകൂടെയുള്ള കടകളിൽ നിന്നും അതുപോലെ തന്നെ വീടുകളിൽ നിന്നുള്ള എല്ലാ മാലിന്യം ഈ പുഴയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ പുഴയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നഗരസഭയുടെ പുഴയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിന് അതായത് ഈ പറഞ്ഞ ശരിയാണ്. കുറേ ആളുകൾ ഈ വേസ്റ്റ് ആണെങ്കിൽ പോയി കൊണ്ട് നാട്ടിൽ കൊടുക്കേണ്ടത് നമ്മളത് പിടിക്കാൻ വേണ്ടി നമ്മൾ ആളുകളെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. അത് കണ്ടു കിട്ടുന്നവരുടെ വണ്ടി നമ്മൾ കൊടുത്തെടുക്കാൻ സാധിക്കും. ആ വണ്ടി കിട്ടിയാൽ നമ്മൾ ആ വണ്ടി കേസെടുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റും. അതുപോലെ ഹോട്ടലുകളിൽ നിന്നും അതുപോലെ ആളുകളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആദ്യത്തെ വെള്ളങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ സ്ഥലത്ത് തന്നെ എവിടെയെങ്കിലും സംസ്കരിക്കണം. അത് ഓടയിലൂടെ ഒഴുക്കി ആറ്റിലേക്ക് വരെ ഒരാൾ ഇടവരുത്തരുതെന്ന് അത് ഈ ആറിൻ്റെ 2 സൈഡിലുമുള്ള വീട്ടുകാരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ല നിങ്ങളുടെ സ്ഥലത്ത് തന്നെ അത് സംസ്കരിക്കുക, വേസ്റ്റ് സംസ്കരിക്കുക, ആറ്റിലേക്ക് വലിച്ചെറിയുമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഇടുക്കി ജില്ലയിലെ ഏക നഗരസഭയാണ് തൊടുപുഴ. അപ്പം ഈ നഗരസഭയുടെ വികസനമായിരിക്കും ഒരു പക്ഷേ ഇടുക്കി ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ആളുകൾ നോക്കുക. ഇതിൻ്റെ ചെയർമാൻ എന്ന രീതിയിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് പങ്കുവയ്ക്കാത്ത എന്തെങ്കിലും ചെയർമാൻ്റെ സ്വന്തമായി ഉണ്ടോ? നഗരസഭയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഞങ്ങളുടെ നഗരസഭ ഓഫീസ് സൗകര്യം തോന്നുന്നതാണ്. ഒരു നല്ല ഓഫീസ് കെട്ടിടം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ അതിനോട് അടുത്ത് തന്നെ ഒരു നല്ല രീതിയിലുള്ള ലൈബ്രറി, അത് ഞങ്ങളുടെ തൊടുപുഴയിലെ ഇപ്പോൾ ഒരു ലൈബ്രറിയിൽ സൗകര്യമില്ലാത്തതാണ്, ചെറുതാണ്, പണ്ട് കാലത്തുള്ളതാണ്. അത് മാറ്റി ഒരു നല്ല ലൈബ്രറി ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ ഓഫീസ് വന്നതും അതോടൊപ്പം തന്നെ ഈ ലൈബ്രറിയും നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. വളരെയധികം നന്ദി ജോസഫ്, ഞങ്ങളോട് ഇത്രയും നേരം സഹകരിച്ചതിന്. താങ്കളുടെ സ്വപ്നങ്ങളെല്ലാം പൂണിയുടെ സുന്ദരമായ തൊടുപുഴ